ഒരു 5-15 ഒരു എങ്ങനെ ആയാലും 10-15 ചാക്ക് പറിക്കാനുണ്ടാവും ഇനി. ഇതാണ് സോളാർ ബീംസ് ഉണ്ടോ, സോളാർ ബീംസ്. അതായത് ഒരു 25 കിലോ ഇതിനകത്തുനിന്ന് ഫസ്റ്റിൽ അറുത്ത് കൊണ്ടുപോയി. ഇത് റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് 60 രൂപ റേറ്റാണ് മാർക്കറ്റിൽ സോളാർ ബീംസിന്. ഇത് ഫുള്ള് ജൈവ കൃഷിയാണ്, ഇന്ത്യാഗ്രോ ഉപയോഗിച്ചിട്ട് ചെയ്ത കൃഷിയാണിത്. ഫുള്ളായിട്ട് ജൈവ കൃഷിയാണ്, എല്ലാവരും കണ്ടോളി. ഇത് സോളാർ ബീംസാണ്. ഇതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ബെഡിനകത്ത് ഭൂവസ്ത്ര ഗ്രോമേച്ചിക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ സ്പ്രേ പാടിയത് MA സ്പ്രേ, പ്രൗഡ്, ഒലിഫ്, ഗ്രോമേജിക്ക് മിക്സാക്കിയിട്ട് സ്പ്രേ അടിച്ചത്. ഇനിയും 1-2 തവണ അടിക്കേണ്ടി വരും. അതാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നല്ല കായാണ്, നല്ല കായാണ്. 25 കിലോനെ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തായാലും ഒരു 10-30 ചാക്ക് എന്തായാലും ഒരു 5-15 ഒരു എങ്ങനെ ആയാലും 10-15 ചാക്ക് പറിക്കാനുണ്ടാവും ഇനി. നാളെ മറ്റന്നാളായിട്ട് പറിക്കും. ഇതാണ് സോളാർ ബീംസ്. ഇതാണ് സോളാർ ബീംസ്. അത്രയും നല്ല ബീംസാണ്. ഇത് ജൈവ കൃഷി. എല്ലാവരും പറയും ജൈവ കൃഷി പോയിസൺ ചെയ്യാതെ കൃഷി ഉണ്ടാവില്ല, നന്നാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. എല്ലാവരും ഇന്ത്യാഗ്രോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സോളാർ ബീംസോ തക്കാളിയോ വാഴ എല്ലാം ചെയ്തോളി, അടിപൊളിയായിട്ടുണ്ടാവും. അതിനനുസരിച്ച് നോക്കിയാൽ വേറെ ഒന്നും വേണ്ട, പോയിസൺ എന്ന് പറഞ്ഞ സാധനം തന്നെ വേണ്ട, അടിപൊളിയായിട്ടുണ്ടാവും. കണ്ട എന്താ ബീംസ്, എന്താ സാധനം. അതായത് എല്ലാവരും ഇന്ത്യാഗ്രോ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. തക്കാളിയാണിത്. ഇത് നട്ടിട്ട് 25-26 ദിവസമായിട്ടുള്ളൂ. ഒട്ടും തന്നെ ഇംഗ്ലീഷ് വളം ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇതിനകത്ത് ചേർത്ത് ഇന്ത്യാഗ്രോൻ്റെ ഭൂവസ്ത്ര ഗ്രോമേച്ചിക്ക് മണ്ണിനകത്ത് ഇട്ട് കൊടുത്ത് ബെഡിനകത്ത് ഇട്ട് കൊടുത്ത് അതുകൂടാതെ തൈ മുളച്ച് നല്ല ശരിക്കും ക്ലിയർ ആയതിന് ശേഷം MA സ്പ്രേ, ഗ്രോമേജിക്ക്, ഒലിഫ്, പ്രൗഡ് അത് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ക ജൈവം തക്കാളിയാണിത്. ഇത് ഇനി ഒരു 10-20 ദിവസം കൊണ്ട് തക്കാളി അറക്കാനായി, പൊട്ടിക്കാനായി. അതുകൊണ്ട് എല്ലാവരും ഇന്ത്യാഗ്രോ ഉപയോഗിച്ച് കൃഷി എല്ലാം ചെയ്യുക, പക്ക ജൈവ കൃഷി ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ പ്രോഡക്റ്റ് റിസൾട്ടുകൾക്കു വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഷെയർ ദ വീഡിയോ.